ചേലക്കര തെരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ ആ വിട്ടു വന്ന സമയത്താണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി. പാലക്കാട് നമുക്കറിയാം വലിയ വിഷയമായിരുന്നു. സെക്കൻഡായി നിന്നിരുന്ന BJP ആണ്. BJPയുടെ കടന്നുവരവ് തടയണമെന്നത് നിർബന്ധമാണ്. ആ നിലക്ക് UDF ആ റിക്വസ്റ്റ് നമ്മൾ അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് തന്നെ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുകയും അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിൻഹാജ്, ഞങ്ങളവിടെ വലിയൊരു ജില്ലാ സമ്മേളനം, നിയമസഭാ മണ്ഡലത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രകടനമായി വന്ന് പാലക്കാട് സ്റ്റേഡിയത്തിന്റെ ആ സൈഡിലുള്ള ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് മിൻഹാജിനെ ഞങ്ങൾ പിൻവലിക്കുകയും UDF നമ്മൾ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അവിടെ വലിയ വോട്ടിനെ അവിടെ വിജയിച്ചു. ഞാൻ ആ വോട്ടിന്റെ അവകാശത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്കെന്റെ ഈ നാടിനെ പോലെ തന്നെ ബന്ധമുള്ള നാടാണ് പാലക്കാട്. അതെല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്നതാണ്. അവിടെ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പശ്ചാത്തലവും റാവുത്തർ ഫാമിലി ആയിരുന്നു. ആ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള റാവുത്തർ സമുദായം താമസിക്കുന്ന സ്ഥലമാണ്. 4000 എന്താ പറയുക കുടുംബ വോട്ട് ഈ റാവുത്തർ ഫാമിലികളുടെ വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പിൻവലിച്ചു കൊടുത്തു, പിന്തുണ കൊടുത്തു. ഒറ്റ കാര്യമുള്ളൂ ഞാനന്ന് പറഞ്ഞിരുന്നത്, ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ UDF ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം. ഏറ്റതായിരുന്നു. മിൻഹാജിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പിന്നെ ഈ പറയുന്ന ലീഡർഷിപ്പിൽ ഒരാൾ പോലും മാന്യമായിട്ടൊന്ന് വിളിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മിൻഹാജും അവിടുത്തെ നമ്മളെ പ്രവർത്തകരും വിളിച്ച് വലിയ വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരല്ല, നമ്മളൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ മുന്നോട്ട് പോവുക. BJP അവിടെ അധികാരത്തിൽ വരാൻ പാടില്ല, മറ്റു കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി വലിയ വോട്ടിന് വിജയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തിലിരിക്കുന്ന UDF പ്രവർത്തകർക്ക് മുഴുവൻ ബിരിയാണി വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജും പ്രവർത്തകരുമാണ്. അങ്ങനെ വോട്ടിംഗ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുമ്പം നിങ്ങളെ വിളിച്ചവർ താങ്ക്സ് പറയും. റിസൾട്ട് വന്നതിന് ശേഷം പോലും ഒരു വാക്ക് മിൻഹാജിനോട് പറയാൻ ഒരാളുമുണ്ടായില്ല. അവസാനം മിൻഹാജ് അപമാനിതനായി എൻ്റെ പാർട്ടി വിട്ട് അദ്ദേഹം CPM പോയി ചേർന്ന പ്രവർത്തകർ. അതൊരു ഭാഗം. അത് കഴിഞ്ഞു വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു. നിരുപാധിക പിന്തുണ കൊടുത്തു നമ്മൾ. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വർദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. ഇപ്പൊ UDF സ്ഥാനാർത്ഥിയായ ഷൗക്കത്ത് തന്നെ പത്രസമ്മേളനത്തിൽ, അതിനുശേഷം നടന്ന പത്രസമ്മേളനത്തിൽ PV അൻവറിന്റെയും പ്രവർത്തകരുടെയും സാന്നിധ്യം ഈ വോട്ട് വർധനക്ക് കാരണമായി എന്ന് പറഞ്ഞാണ്. അവിടെ നമ്മൾ പിന്തുണ കൊടുത്തു. നമ്മളൊരു ബാർഗിങ്ങിന് വേണ്ടി അവകാശവാദത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞ് പനമരം പഞ്ചായത്ത് വയനാട്ടിൽ, ആ പനമരം പഞ്ചായത്തിൽ ബെന്നി എന്ന് പറയുന്ന സ്വതന്ത്രനായ പഞ്ചായത്ത് മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ബെന്നിയുമായി സംസാരിച്ച് ഒരു മെമ്പറുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ആ പഞ്ചായത്ത് മറിച്ച് UDF കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം ബെന്നി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. 10ഓളം ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നു. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് PV അൻവറിന്റെ നിലപാടാണല്ലോ. നിലപാട് വ്യക്തമാക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. PV അൻവർ വ്യക്തമാക്കിയ നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് UDF ഭരണത്തിലായിരുന്നു, LDF ഭരണത്തിലായിരുന്നു. ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തൃണമൂലിൽ ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് UDF കൈകളിലേക്ക് എത്തിച്ചു.